സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. മാനസാന്തരത്തിന്റെ പുതുപടവുകൾ കടന്ന് ക്രിസ്തുവിൽ പുതുസൃഷ്ടികളായവരുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവയ്ക്കുന്ന മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര പെരുമ്പഴുതൂർ പാലോട്ട് വീട്ടിൽ സഞ്ചാര സുവിശേഷകൻ MS ബൈജുവിന്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. ഹൈന്ദവ പാരമ്പര്യ പശ്ചാത്തലത്തിൽ നിന്നും ക്രിസ്തുവിന്റെ സാക്ഷിയായ MS ബൈജു തന്നിലുണ്ടായിരുന്ന പൈശാചിക ബന്ധനത്തിൽ നിന്നും ക്രിസ്തുവിൽ വിടുതൽ പ്രാപിച്ച് സ്വതന്ത്രമായതിലൂടെയാണ് ക്രിസ്തുവിന്റെ സാക്ഷിയായി മാറിയത്. സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് എന്ത് എന്ന് ഞാൻ വിവരിക്കാം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് ഇങ്ങനെ പറയുണ്ടായി, യഹോവയുടെ സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് വിവരിക്കാം. ഇതിൻ്റെ ശ്രോതാക്കളായിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ എത്തിക്കുന്ന ഒരു സന്ദേശം ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ പ്രാണന് വേണ്ടി ദൈവം തന്ന ആ സാക്ഷ്യത്തെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കുക എന്നുള്ളതാണ്. 1999 കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്കൊരവസരം ഒരുക്കി തന്നു. അതിന് തൊട്ടു മുമ്പേ ഹൈന്ദവ അനുഭവ പശ്ചാത്തലത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഏറെക്കുറെ 17-18 വയസ്സ് പ്രായമുള്ള സമയത്ത് ലോകത്തിൻ്റെ നാനാമോഹങ്ങളിൽ പലവിധമായ പാപം ചെയ്തും കൊണ്ടും കൊടുത്തും വണങ്ങിയും നമസ്കരിച്ചും ബഹുദൈവങ്ങളെ സേവിച്ചും വിശ്വസിച്ചും പോയ ഒരു കാലഘട്ടം. ആ കാലഘട്ടം എനിക്ക് സമ്മാനിച്ചത് ഒരു ഭയങ്കരമായിരിക്കുന്ന ഒരു രോഗമായിരുന്നു. ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ, സമൂഹത്തിന് കണ്ടുപിടിക്കാൻ കഴിയാതെ, ബന്ധുമിത്രാദികൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാതെ നീണ്ട മാസങ്ങൾ ആ രോഗത്തിൻ്റെ അടിമയായി ജീവിക്കുവാനിടയായി തീർന്നു. ആ രോഗം എന്നെ ബാധിച്ച കാലം മുതൽ എൻ്റെ ഭവനത്തിനും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ സഹോദരന്മാർക്കും സമാധാനം നഷ്ടപ്പെടുവാനിടയായി. എന്തുകൊണ്ട് എൻ്റെ ശരീരത്തിൽ സംഭവിക്കുന്നുവെന്ന് ഡോക്ടർമാർക്ക് പോലും കണ്ടെത്തുവാൻ കഴിയുന്നില്ല. പലവിധമായ ടെസ്റ്റുകൾ ചെയ്തിട്ടും ജീവിതത്തിൽ കടന്നുകൂടിയ അസ്വസ്ഥത എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലായിരുന്നു. രോഗം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൗനമായി ഭവനത്തിലിരിക്കുക, കരയുക, അസ്വസ്ഥനായിട്ട് നടക്കുക, ഭവനത്തു നിന്ന് പുറത്തു പോകുന്നു, മടങ്ങി ഭവനത്തിലേക്ക് വരുന്നില്ല, പിന്നെ വയലൻ്റ് ആകുക, ആൾക്കാരെ തല്ലുക, മോശമായി സംസാരിക്കുക. അങ്ങനെ ക്രമേണ ഈ അസ്വസ്ഥത എൻ്റെ ശരീരത്തിൽ കൂടാൻ തുടങ്ങി. അതധികമായി കൂടാൻ തുടങ്ങുമ്പോൾ പിന്നെ ഭവനത്തിൽ എന്നെ ഒറ്റയ്ക്ക് പാർപ്പിക്കാൻ തുടങ്ങും. ഒരു മുറിക്കകത്ത് പൂട്ടിയിടുക, പിന്നെ അത് വയലൻ്റ് ആകുമ്പോൾ കൈകാലുകൾ പിടിച്ചു കെട്ടുക. അങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് ആർക്കും അറിയത്തില്ല. ഇപ്പോൾ എൻ്റെ പ്രായക്കാരായിരിക്കുന്ന സഹോദരന്മാർ, എൻ്റെ ബന്ധുമിത്രാദികൾ ചോദിക്കുമ്പോൾ നിങ്ങളെ കൂടെ നടന്ന വ്യക്തിയാണല്ലോ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ചിലപ്പോൾ കഞ്ചാവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം, ഇങ്ങനെ തനിച്ചിരിക്കുക. ഒന്നുകൂടി പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സമയത്ത് ഗദനദേശത്തെ ഭൂതം ബാധിച്ച വ്യക്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ വാസം കല്ലറകളിലായിരുന്നു. മനുഷ്യരോട്ട് സഹവാസമില്ല, തനിച്ചുള്ള ജീവിതമാണ്. കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല, ഭക്ഷണമില്ല, ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടും ദിനംപ്രതി നിലവിളിച്ചും വസ്ത്രം പോലും ധരിക്കാതെ വണ്ണം തന്നെ സഹായിക്കാൻ വരുന്നവരെ ഉപദ്രവിക്കുവാൻ തുനിയുന്ന ഒരു അവസ്ഥയിൽ ആ ഗദനദേശത്തെ വ്യക്തിയായിരുന്നത് പോലെയുള്ള ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ 1999 കാലഘട്ടത്തിൽ സംഭവിച്ചത്. എനിക്ക് പോലും അറിയത്തില്ലായിരുന്നു. ഓർമ്മ വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെന്ന് എനിക്കറിയത്തില്ല. അന്നേരം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ബ്ലഡ് ചെക്ക് ചെയ്യും, കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ബ്ലഡിലോ മറ്റ് റിസൾട്ട് കടന്നു വരുമ്പോൾ യാതൊരു ബുദ്ധിമുട്ട് എനിക്ക് ഇല്ല എന്ന് ഡോക്ടർ തന്നെ പറയും.
അന്നേരം അവസാനം ഡോക്ടർമാർ തന്നെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ല, ഇത് ഏതെങ്കിലും ക്ഷേത്രത്തിലോ ഇല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന പള്ളിയിലോ കൊണ്ടുപോയെങ്കിൽ മാത്രമേ ഈ പയ്യൻ്റെ ശരീരത്തിലായിരിക്കുന്ന അസ്വസ്ഥത എന്തെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. അങ്ങനെ എൻ്റെ ബന്ധുമിത്രാദികളൊക്കെയും ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ ആയതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ബന്ധുമിത്രാദികൾ ദൈവാലയത്തിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഞങ്ങൾക്കറിയാൻ കഴിയാത്ത ദൈവദാസന്മാർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഒത്തിരി പാസ്റ്റർമാർ, ഏറെക്കുറെ 12ഓളം പാസ്റ്റർമാരാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. പ്രാർത്ഥിക്കുമ്പോഴാണ് മനസ്സിലായത്, എൻ്റെ ശരീരത്തിൽ കഴിഞ്ഞ നാളുകൾ ഡോക്ടർമാർ രോഗമെന്നുള്ള പേരിൽ പറഞ്ഞ് പ്രത്യക്ഷത്തിൽ പ്രകടമാകാതെ വണ്ണം വ്യാപരിച്ചിരുന്ന ഒരു പൈശാചിക ശക്തിയായിരുന്നു എന്ന് ദൈവദാസന്മാരുടെ പ്രാർത്ഥനയിൽ മനസ്സിലാക്കുവാനിടയായി. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് വരെ വെളിപ്പെട്ടു വരാത്ത ശക്തി പ്രാർത്ഥനയിൽ വെളിപ്പെട്ടു വരാൻ തുടങ്ങി. പൂർണ്ണ ആളത്വത്തോടുകൂടി അത് വെളിപ്പെടുന്നില്ലെങ്കിലും ഭാഗികമായി എൻ്റെ ശരീരത്തിൽ ഒത്തിരി കഷ്ടപ്പെടുത്തിക്കൊണ്ട്, എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ട് ആ ശക്തി എൻ്റെ ശരീരത്തിൽ പ്രകടമാകാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് വേണ്ടി ഞങ്ങളെ അറിയാത്ത സഭ ഞങ്ങൾക്ക് വേണ്ടി 3 ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭയോ സഭയുടെ പാസ്റ്ററയോ ആ സഭയിലുള്ള വിശ്വാസികളെ ആരെയും എനിക്കറിയത്തില്ല. എന്നാൽ അവരുടെ ഒരു ബന്ധുവിനെ പോലെ, അവരെ വേണ്ടപ്പെട്ട ഒരാളെ, ആ ആളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെയായിരുന്നു എനിക്ക് വേണ്ടി ദൈവദാസന്മാർ പ്രാർത്ഥിച്ചത്. വളരെ സ്നേഹത്തോടുകൂടി എൻ്റെ വിഷയങ്ങളെ അവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ പ്രാർത്ഥനയിൽ 1, 2, 3 ദിവസങ്ങൾ പ്രാർത്ഥന നീളാൻ തുടങ്ങി. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ ആ ശക്തി പൂർണ്ണമായി വെളിപ്പെടാൻ തുടങ്ങി. അത് നിലവിളിക്കുവാനും ഈ ഗദനദേശത്തിൻ്റെ ഭൂതം വിളിക്കുന്നത് പോലെ ആ ഭാഗിക പ്രകടനങ്ങൾ എൻ്റെ ശരീരത്തിൽ വെളിപ്പെടുത്തുവാൻ തുടങ്ങി. എന്നിട്ടും പൂർണ്ണമായി ദൈവദാസന്മാർ പ്രാർത്ഥിക്കുമ്പോഴും അത് ഇളകുന്നതല്ലാതെ എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നില്ലായിരുന്നു. പിന്നെയും ദൈവിക ആലോചന പ്രകാരം വീണ്ടും എനിക്ക് വേണ്ടി 3 ദിവസം പിന്നെയും അവർ പ്രാർത്ഥന വയ്ക്കുവാൻ തുടങ്ങി. അങ്ങനെ 6 ദിവസം എനിക്ക് ഭക്ഷണം തരാതെ ഉപവസിച്ച് എനിക്ക് വേണ്ടി എൻ്റെ സഭ, എന്നെ അറിയാത്ത വ്യക്തി ജീവിതങ്ങൾ 12ഓളം പാസ്റ്റർമാർ അതാത് സമയങ്ങളിൽ കണ്ടിന്യൂ ആയിട്ട് രാവിലെ 10 മണി മുതൽ രാത്രി സമയമെടുത്ത് എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ 6ാമത്തെ ദിവസം ശനിയാഴ്ചയുടെ ഒരു രാത്രിയുടെ യാമത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്പർശനം ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സ്നേഹം ഞാൻ രാത്രിയിൽ അനുഭവിക്കുവാൻ തുടങ്ങി. ഞാൻ കിടക്കുന്ന ആ സഭയുടെ മധ്യത്തിൽ ഞാൻ കിടക്കുമ്പോൾ എനിക്ക് ചുറ്റും ദൈവദാസന്മാരും വിശ്വാസികളും കൈ കോർത്ത് പിടിച്ചവർ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ആ നടുക്ക് കിടക്കുകയാണ്. എന്നാൽ എൻ്റെ ഭൗതിക കണ്ണുകൊണ്ട് ഞാൻ കണ്ട കാഴ്ച, അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ചുറ്റും വലിയ ഒരു അഗ്നി മതിൽ പോലെ ഒരു തീ അവർക്ക് ചുറ്റും കത്തുന്നത് ഞാൻ കണ്ടു. ഈ തീയുടെ ശക്തി എൻ്റെ ശരീരത്തിൽ വെളിപ്പെടുന്നത് അനുഭവിച്ചപ്പോൾ ഞാൻ ഇവരുടെ വലയം പൊട്ടിച്ച് പുറത്ത് ചാടി. എൻ്റെ ശരീരം തീ കൊണ്ട് വേകുകയാണ്, ചൂടടിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല എന്ന് ഞാൻ നിലവിളിച്ച് ഞാൻ ആ സർക്കിൾ അല്ലെങ്കിൽ ആ ലൈന് പൊട്ടിച്ച് പുറത്ത് ഞാൻ ചാടി. ആ സഭയിലേക്ക് വരുന്നവർ കുടിക്കുവാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു ബക്കറ്റ് നിറയെ വെള്ളമുണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിൽ ഞാൻ ധരിച്ച വസ്ത്രം കത്തുന്നുവെന്ന് മനസ്സിലായി. ഞാൻ ആ ബക്കറ്റിലുള്ള വെള്ളമെടുത്ത് തലയിലൊഴിച്ച് എൻ്റെ ആ ചൂട് ശമിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചുവെങ്കിലും പാസ്റ്റർമാർ പിന്നെയും എന്നെ പിടിച്ച് ആ ചെയിനിങ് പ്രയറിനകത്ത് കൊണ്ട് ഇരുത്തി എനിക്ക് വേണ്ടി ശക്തമായ രാത്രിയുടെ യാമം മുഴുവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ആ രാത്രിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറെക്കുറെ 12 മണി കഴിഞ്ഞ് 1 മണിയോടുകൂടി അടുക്കുന്ന സമയത്ത് പ്രാർത്ഥന ശക്തിപ്പെടുമ്പോൾ ഞാൻ പാർത്തിരുന്ന ആലയത്തിൻ്റെ മുകൾ ഭാഗത്തിൽ നിന്നും ഒരു ശക്തമായി മിന്നലടിക്കുന്നതിലും വേഗതയിൽ ഒരു ദൈവിക തീ അല്ലെങ്കിൽ ദൈവിക ശക്തി എൻ്റെ ശരീരത്തിൽ വന്ന് പതിയുന്നത് എനിക്ക് അനുഭവിക്കാനിടയായി തീർന്നു. അന്നേരം അതുവരെ നീണ്ട മാസങ്ങൾ, ആഴ്ചകൾ കൊണ്ട് എന്നെ വിഷമിപ്പിച്ച് വസ്ത്രം ധരിക്കാതെ മോശമായി സംസാരിച്ച് വീട്ടിൽ നിന്നും പുറത്ത് ഓട്ടിക്കുകയും ഭവനത്തിൽ കയറാതെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഭക്ഷണം പോലും കഴിക്കാത്ത അവസ്ഥയിൽ എന്നെ ആക്കി തീർത്തുകൊണ്ടിരുന്ന പൈശാചിക ശക്തിയുടെ പൂർണ്ണത എൻ്റെ ശരീരത്തിൽ നിന്ന് അത് വെളിപ്പെടുത്തി അല്ലെങ്കിൽ വെളിപ്പെട്ടു.
ഞാനായിരുന്ന സഭയ്ക്കകത്ത് എന്നെ എടുത്തെറിയുകയായിരുന്നു. എനിക്ക് സഹിക്കാൻ കഴിയാത്ത വേദന എൻ്റെ ശരീരത്തിൽ അനുഭവിക്കുകയാണ്. ഞാൻ നിലവിളിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിലുള്ള വസ്ത്രം വലിച്ചു കീറിക്കളഞ്ഞു. ഞാൻ എന്നിട്ട് പറയുകയായിരുന്നു, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഉയരത്തിൽ നിന്നൊരു അഗ്നി അല്ലെങ്കിൽ തീ, ഒരു വെളിച്ചം എൻ്റെ ശരീരത്തെ ചുട്ടുപൊള്ളുന്നത് പോലെ എനിക്ക് അനുഭവിക്കുകയാണ്. ഞാൻ അങ്ങനെ എൻ്റെ വസ്ത്രം പറിച്ചു കളഞ്ഞിട്ട് അവരിയ്ക്കുന്ന ആ സഭയുടെ, ഞാനിരുന്ന സഭയുടെ ആ തണുത്ത തറയിൽ ഞാൻ കിടന്ന് ഉരുളുകയായിരുന്നു. കാരണം ആ തണുപ്പ് അടിച്ചെങ്കിൽ എനിക്ക് താൽക്കാലികമായ ഒരു ആശ്വാസം ലഭിക്കണമെന്നുള്ളതാണ്. അന്നേരം ഞാൻ കാണുമ്പോൾ ഈ ദൈവദാസന്മാർ വിവിധ ഭാഷകളിൽ, എനിക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഭാഷകളിൽ ദൈവത്തോട് അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ കണ്ണുകളൊക്കെ അടയുകയാണ്. അവർ ആത്മാവിൽ ആരാധിക്കുകയാണ്. അവർക്ക് ചുറ്റും തീ മതിൽ പോലെ നിൽക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ആ സർക്കിൾ പൊട്ടിച്ച് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ശരീരത്തെ തണുപ്പിക്കാൻ വേണ്ടി വസ്ത്രം വലിച്ചു പറിച്ചിട്ട് തറയിൽ കിടന്ന് ഉരുളുന്നു. എന്നിട്ടും എനിക്ക് ചൂട് മാറുന്നില്ല. അന്നേരം എൻ്റെ അകത്തിരുന്ന അന്ധകാര ശക്തി, അതുവരെ പ്രത്യക്ഷത്തിൽ വെളിപ്പെടാതെ ഇരുന്ന അന്ധകാര ശക്തി പൂർണ്ണ ആളത്വത്തോടുകൂടെ എൻ്റെ ശരീരത്തിന് പുറത്തു വന്നിട്ട് അത് നിലവിളിച്ച് എന്നെ കൊല്ലുവാൻ ഭാവിച്ചുകൊണ്ട് എൻ്റെ ശരീരത്തിൽ പ്രകടമായി എന്നെ നശിപ്പിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് പറഞ്ഞ് വ്യാപരിച്ച ശക്തി അന്ന് രാത്രി 1 മണിയോളം ആ സമയമായപ്പോൾ എൻ്റെ ശരീരത്തിൽ നിന്നും എന്നെ എടുത്ത് എറിഞ്ഞ് എൻ്റെ ശരീരത്തിൽ നിന്ന് നിലവിളിച്ച് പുറത്തു പോകുവാനിടയായി തീർന്നു. അന്ന് ഏകദേശം അത് പുറത്തു പോയതിന് ശേഷം മണിക്കൂറോളം ബോധം നഷ്ടപ്പെട്ടവനായി ഞാൻ ആ സഭയിൽ കിടന്നു. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇതൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്ന ഇതര ദൈവദാസന്മാർ പറഞ്ഞ സാക്ഷ്യമാണ്, എൻ്റെ ബന്ധുമിത്രാദികൾ പറഞ്ഞ സാക്ഷ്യമാണ്. ഇതിലും ഒത്തിരി സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ പരിമിതമായ സമയത്തിനകത്ത് ഒതുങ്ങത്തില്ല. അങ്ങനെ അന്ന് രാത്രിയിൽ സ്വർഗത്തിലെ ദൈവം എൻ്റെ ഏകജാതനായ പുത്രനെ എനിക്ക് എൻ്റെ രക്ഷകർത്താവായിട്ട് അയച്ചു. അന്ന് മുതൽ ഞാൻ യേശുവിൻ്റെ പൈതലായി ജീവിക്കാം എന്നൊരു സമർപ്പണം. അന്നുവരെ യേശുവിനെ ആരാധിക്കുകയോ പൂർണ്ണമായി ആരാധിക്കുകയോ ഞാനോ എൻ്റെ ഭവനമോ അത്തരത്തിൽ ഒരു ആരാധന അല്ലെങ്കിൽ പെന്തക്കോസ് അല്ലെങ്കിൽ സത്യദൈവത്തെ ആരാധിക്കണം, നമസ്കരിക്കണം എന്നുള്ള ഒരവസ്ഥയിലായിരുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ഞാനും എൻ്റെ കുടുംബവും. അങ്ങനെ എൻ്റെ ജീവിതത്തിലുള്ള ഈ ബുദ്ധിമുട്ട് കടന്നു വന്നതോടുകൂടെ എൻ്റെ കുടുംബം, എൻ്റെ മാതാവ്, എൻ്റെ സഹോദരന്മാർ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ കിട്ടണം, എനിക്ക് ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടിയാൽ എൻ്റെ മാതാവ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. എൻ്റെ മകൻ ഒരു വിടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കാമെന്ന് കരുതി. എൻ്റെ മാതാവ് ലോകപരമായിട്ടുള്ള ആഡംബരത്തിൽ ജീവിച്ച ഒരു സ്ത്രീയായിരുന്നു. തങ്ങളുടെ ലോകപരമായിട്ടുള്ള ആഡംബരമാകുന്ന എല്ലാ ശരീരത്തിൻ്റെ അലങ്കാര വസ്തുക്കളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സകലതും പൗലോസ് പറഞ്ഞതുപോലെ ആ നിത്യതയുടെ ഭാഗ്യം ഞാൻ ഓർത്തപ്പോൾ ഞാൻ സകലതും ചപ്പൊന്നും ചവറൊന്നും എണ്ണുന്നു എന്ന് ആ ഒരു ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെട്ട് എൻ്റെ മകനൊരു വിടുതൽ ലഭിക്കണം. അങ്ങനെ എൻ്റെ ശരീരത്തുള്ള ആഡംബരമാണ് എൻ്റെ മകന് വിടുതലിന് തടസ്സമെങ്കിൽ ഞാനത് ഉപേക്ഷിക്കുന്നുവെന്ന് പറഞ്ഞ് എൻ്റെ മാതാവ് അത്തരത്തിലുള്ള എല്ലാ പ്രവണതകളും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ദൈവം അന്ന് രാത്രിയിൽ എൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന അന്ധകാര ശക്തികളെ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുക്കുവാനിടയായി തീർന്നു. മാതാവിൻ്റെ സമർപ്പണവും ഭക്തന്മാരുടെ ശക്തിയേറിയ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ദൈവം എന്നെ തൊടുവാൻ തുടങ്ങി. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷ എങ്കിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി, അളവറ്റ ശക്തി ഒരു കറണ്ട് അടിക്കുന്നത് പോലെ എൻ്റെ ശരീരത്തിൽ പാസ് ചെയ്തു. അന്ന് സ്തോത്രം എൻ്റെ ശരീരത്തിൽ വെളിപ്പെട്ട അന്ധകാര ശക്തി അന്ന് രാത്രി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുമാറി. മണിക്കൂറോളം ബോധ അവസ്ഥയിൽ ഞാൻ കിടന്നു. സ്തോത്രം എനിക്ക് സ്വബോധം വന്നപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്തെന്ന് എനിക്കറിയത്തില്ല. അന്നേരം സ്തോത്രം ദൈവദാസന്മാരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ വാമൊഴിയാൽ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവെന്ന് സ്വീകരിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നുള്ള രക്ഷാവചനം ചൊല്ലുവാൻ തുടങ്ങി. അന്ന് ദൈവദാസന്മാർ പറഞ്ഞിരുന്ന വചനപ്രകാരം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. രക്ഷ എന്തെന്നോ
വിശ്വാസം എന്തെന്നോ സ്നാനം എന്തെന്നോ അറിയാതെ ഇരുന്ന കാലഘട്ടത്തിൽ രക്ഷകനായ യേശുക്രിസ്തുവിനെ എൻ്റെ വാ കൊണ്ട് ഏറ്റുപറഞ്ഞു. അന്ന് വരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞു. എന്താണ് പാപമെന്ന് പോലും എനിക്കറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. പാപം തെറ്റെന്താണ് ശരി ഏതാണെന്ന് പോലും അറിയാതെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. ഈ പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ട് ജീവിതത്തിൽ സംഭവിക്കുകയും എൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ ഏറെക്കുറെ അങ്ങ് മുടങ്ങി. അത്തരത്തിലുള്ള ആ ഒരു വിദ്യാഭ്യാസം മുന്നോട്ട് പോകുവാൻ കഴിയാതെ വണ്ണം വല്ലാത്ത ഒരു അവസ്ഥാന്തരത്തിലായിരുന്നു എൻ്റെ ജീവിതം. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിനെ അറിയാൻ തുടങ്ങിയപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വേദന എല്ലാം അങ്ങ് മറന്നു. കാരണം സ്തോത്രം, ലോകത്തുള്ള സെക്യുലറായിട്ടുള്ള വിദ്യ പഠിക്കുന്നതിനെക്കാട്ടി ഉപരി എനിക്ക് കർത്താവ് യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അവൻ്റെ വചനത്തിനകത്തുള്ള വിദ്യ പഠിക്കുവാൻ തക്കവണ്ണം സ്വർഗം എന്നെ സഹായിക്കുവാനിടയായി തീർന്നു. കാരണം കൊരിന്ത്യ ലേഖനം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. അങ്ങനെ പ്രൈസലോ ഈ ലോകത്തുള്ള തത്വചിന്തകളും സയൻസും സെക്കുലറായിട്ടുള്ള വിദ്യാഭ്യാസവും എനിക്ക് ലഭിച്ചില്ലെങ്കിൽ പോലും ക്രൂശിൻ്റെ വചനത്തെ നശിപ്പിക്കുന്ന തലങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ആ വിദ്യ ലഭിച്ചില്ലെങ്കിൽ പോലും രക്ഷകനായ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് യഥാർത്ഥ സത്യവചനപ്രകാരം ജീവിക്കുവാനുള്ള വിദ്യ അവൻ്റെ വചനത്തിനകത്ത് നിന്ന് ലഭിക്കുവാൻ ഇടയായി തീർന്നതിൻ്റെ സന്തോഷത്തിൽ സ്വതന്ത്രം ദൈവസന്നിധിയിൽ അവൻ്റെ വേലയ്ക്ക് വേണ്ടിയും അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഞാൻ സമർപ്പിക്കാൻ തുടങ്ങി. സമർപ്പിച്ചതിൻ്റെ വെളിച്ചത്തിൽ മാനസാന്തരം ജീവിതത്തിൽ കടന്നു വന്നു. ഒത്തിരി പേർ മാനസാന്തരം കടന്നു വന്നു. രക്ഷാ വാക്യങ്ങളെക്കുറിച്ച് വായിൽ ചൊല്ലുകയും പിന്നത്തെ സ്നാനത്തെക്കുറിച്ചുള്ള പഠന ക്ലാസ്സുകളും അനന്തരമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടാണ് സ്നാനമേൽക്കുന്നത്. ആ ക്രമീകരണവും ക്ലാസ്സൊന്നും തെറ്റല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ശുശ്രൂഷയൊന്നും എനിക്ക് ലഭിച്ചില്ല. കാരണം എൻ്റെ അവസ്ഥ അങ്ങനെയായിരുന്നു. അന്ന് രാത്രി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അതിൻ്റെ ചില ദിവസങ്ങൾ, ചില ആഴ്ചകൾ കഴിഞ്ഞു ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയോടുകൂടി ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സ്നാനമെന്നുള്ള മഹിമയേറിയ ശുശ്രൂഷയിലേക്ക് എന്നെ സമർപ്പിക്കാനിടയായി തീർന്നു. സ്നാനത്തെക്കുറിച്ചുള്ള ഒരു ബൈബിൾ പഠനമോ പഠന ക്ലാസ്സോ എനിക്ക് ലഭിച്ചില്ല. എങ്കിലും ആ രക്ഷകനായ യേശു എന്നെ രക്ഷിച്ചത് കൊണ്ട് അവൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ സ്നാനമേൽക്കണമെന്നുള്ള ചിന്ത വചനത്തിൽ കൂടി വേദപണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ആ പഠനം എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ തറയ്ക്കുകയും അതിൽ ഞാൻ വിശ്വസിച്ച് ആ കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ തുടങ്ങി. നിരവധിയായ പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും പൈശാചികമായ ബന്ധനങ്ങൾക്കും നടുവിൽ നിന്ന് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച MS ബൈജു കിങ്ഡം ഗിൽഗാൽ മിനിസ്ട്രി എന്ന സംഘടന രൂപീകരിച്ച് ഭാരതീയ സുവിശേഷീകരണത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു വരുന്നു. നിലവിൽ ഇന്ത്യയുടെ 24 സംസ്ഥാനങ്ങളിലും കടന്നു ചെന്ന് തൻ്റെ സാക്ഷ്യവും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ വയലുകളിൽ അധ്വാനിക്കുകയാണ് കുടുംബമായി MS ബൈജു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്ഷയെക്കുറിച്ച് എന്നെ പഠിപ്പിക്കുകയും ആ രക്ഷയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ യോർദാനിൽ മുഴുകൽ സ്നാനമെടുത്തതുപോലെ ഞാനും കർത്താവായ യേശുക്രിസ്തു നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാരിൽ കൂടി വെള്ളത്തിൽ മുങ്ങി സ്നാനമേൽക്കുവാനിടയായി തീർന്നു. അതിന് ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിൽ കടന്നു വരുവാൻ തുടങ്ങി. ആ അഭിഷേകത്തോടുകൂടെ ചില നാളുകൾ കഴിഞ്ഞു. സ്തോത്രം, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ കടന്നുപോയി പഠിക്കണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ നോർത്ത് ഇന്ത്യയിലുള്ള പഠനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മുന്നോട്ട് പോയി പഠിക്കണമെന്നുള്ള വിദ്യാഭ്യാസം എനിക്ക് തീരെ കുറവായതുകൊണ്ട് ഒത്തിരി വേദികൾ വന്നിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അവസാനം പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ഒരു വേദി എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പഠിക്കുവാൻ വേണ്ടി ഒരു അവസരം ഒരുങ്ങിത്തന്നു. മധ്യപ്രദേശിൽ കണ്ടുവ എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഒരു 6 മാസത്തെ കോഴ്സിന് വേണ്ടി പോകുവാൻ സ്വർഗത്തിൽ ദൈവം എനിക്കൊരു അവസരം ഒരുക്കി തന്നു. ഞാൻ മധ്യപ്രദേശിൻ്റെ കണ്ടുവയുടെ പ്രദേശത്ത് 6 മാസത്തെ കോഴ്സ് പഠിച്ചു. അനന്തരം നാട്ടിലേക്ക് മടങ്ങി വന്നു. പിന്നത്തേതിൽ മധ്യപ്രദേശിൽ തന്നെ ഇൻഡോറിൽ തിലകൻ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബൈബിൾ സെമിനാരിയിൽ 2 വർഷത്തെ DTH കോഴ്സ് പഠിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വലിയൊരു അവസരം ഒരുക്കി. പഠനം കഴിഞ്ഞു, നാട്ടിലേക്ക് വന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് വളർന്നു വന്ന സഭയുടെ ഒരു ബ്രാഞ്ച് പ്രവർത്തനമായിട്ട്
എനിക്ക് മറ്റൊരു സ്ഥലത്തൊരു 3 വർഷം സഭാ ശുശ്രൂഷകനായിട്ട് ശുശ്രൂഷ നടത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവസരമൊരുക്കി. ചില കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചതിന് ശേഷം നോർത്ത് ഇന്ത്യ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായി ഞാൻ സമർപ്പിച്ചു. അനന്തരം അവസരങ്ങൾ ലഭിക്കുന്ന സമയത്ത് പ്രാർത്ഥനയോടുകൂടി നോർത്ത് ഇന്ത്യയിൽ പ്രീസിലോ മധ്യപ്രദേശിൽ തന്നെ എനിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാനുള്ള ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. അന്നു മുതൽ തുടർമാനമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ കടന്നുപോയി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കി. അങ്ങനെ ഡൽഹിയുടെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയുടെ ബന്ധത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ എനിക്കൊരു ദർശനം പകർന്നു തരുവാൻ ഇടയായിരുന്നു. ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ കടന്നുപോയി ഓരോ സംസ്ഥാനത്തിനു വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. എങ്ങനെ സംഭവിക്കും, അതിനുള്ള സാമ്പത്തികം എങ്ങനെ വരും എന്നൊക്കെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ചു. അതിനുള്ള സപ്പോർട്ട് എനിക്കില്ലായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഉള്ളിൽ തന്നു, ദർശനം തന്ന ഞാനാണെങ്കിൽ തക്ക സമയത്ത് ഞാൻ നിന്നെ നടത്താനും ശക്തനാണ് എന്നൊരു ഒരു ഉള്ളിൽ ദൈവാത്മാവ് സംസാരിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ സ്വർഗത്തിൽ ദൈവം 2011 UPയുടെ അലഹബാദിൻ്റെ പ്രദേശത്ത് ആദ്യമായി ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആമേൻ കടന്നു ചെല്ലുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇന്ത്യയുടെ ദർശനമുള്ള മറ്റൊരു ദൈവദാസനോടുകൂടെയാണ് എനിക്ക് അങ്ങനെ ഒരു പ്രാർത്ഥന നടത്തുവാൻ ഒരു ഭാഗ്യം ഒരുക്കി തന്നത്. ഞങ്ങളുടെ സ്വദേശം തിരുവനന്തപുരം സ്വദേശീയനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ SS ബിജു, അദ്ദേഹത്തിൻ്റെ ഒരു ദർശനമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഒരു പ്രവർത്തനം. അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ പ്രാരംഭ ശുശ്രൂഷകനായിട്ട് എനിക്ക് ഇന്ത്യയുടെ UPയുടെ പ്രദേശത്ത് കടന്നുപോയി എനിക്ക് ശുശ്രൂഷ ചെയ്യാൻ എനിക്കൊരു അവസരം ഒരുക്കി തന്നു. ആ ദൈവദാസനുള്ള ഒരു ദർശനമായിരുന്നു ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ കടന്നുപോയി പ്രാർത്ഥിക്കണമെന്നുള്ളത്. അങ്ങനെ എൻ്റെ 2011 ഞാൻ പറഞ്ഞല്ലോ, 2011 എനിക്ക് തന്ന ദർശനവും ഈ ദൈവദാസനോടുകൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്തതോടുകൂടെ അദ്ദേഹത്തോടുകൂടെ പല സംസ്ഥാനങ്ങളിൽ കടന്നു പോകാനുള്ളൊരു ഭാഗ്യം ഒരുക്കി തന്നു. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തിലും കടന്നുപോയി പ്രാർത്ഥിക്കണമെന്നുള്ള ആ ദർശനം ഞാൻ തനിച്ചൊരു മിനിസ്ട്രി ആരംഭിക്കുകയും കിങ്ഡം മിനിസ്ട്രി എന്നുള്ള പേരിൽ ഒരു മിനിസ്ട്രി ഫോം ചെയ്യുകയും ആ മിനിസ്ട്രിയുടെ ചായ്വിൽ ഞങ്ങൾക്ക് ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ കടന്നു പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുക്കി. അങ്ങനെ 2011 ആരംഭിച്ച ദർശനം ഈ 2025 ആയപ്പോൾ ഇന്ത്യയുടെ 28 സംസ്ഥാനത്തിൽ 24 സംസ്ഥാനം പ്രാർത്ഥിച്ച് കവർ ചെയ്യുവാൻ ഇടയായി തീർന്നു. എനിക്ക് തന്ന ദർശനം ഇപ്രകാരമായിരുന്നു: ഓരോ സംസ്ഥാനത്തിൽ കടന്നു ചെല്ലുമ്പോൾ ആ സംസ്ഥാനത്തിൻ്റെ എല്ലാ ജില്ലകൾക്ക് വേണ്ടി 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും നോർത്തും ഈസ്റ്റും വെസ്റ്റും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അവസരമൊരുക്കി. ഈ പോയ സ്ഥലങ്ങളിലെല്ലാം ഭയങ്കര അനുഭവ സാക്ഷ്യത്തോടുകൂടി ഞങ്ങൾക്ക് മടങ്ങി വരുവാൻ സ്വർഗം. മരണകരമായ അനർത്ഥങ്ങളുണ്ടായിരുന്നു. മണിപ്പൂരിൽ ഞങ്ങൾ പോയപ്പോൾ ആ സമയത്തായിരുന്നു മണിപ്പൂർ 2023 കാലയളവിലാണ് മണിപ്പൂരിൽ പ്രാർത്ഥിക്കാൻ പോയത്. അന്നേരമാണ് അവിടെ കലാപം. ഞങ്ങൾ മണിപ്പൂരിൽ ഇന്നർ ലൈൻ പാസ് മേടിച്ച് പ്രവേശിക്കുന്ന സമയത്താണ് മണിപ്പൂർ പ്രശ്നമുണ്ടാകുന്നത്. ദൈവം കഷ്ടിച്ച് എന്നെയും മറ്റൊരു ദൈവാസനെയും അവിടെ നിന്ന് മടക്കി കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. അതുപോലെ ഒത്തിരി അനുഭവ സാക്ഷ്യങ്ങൾ. ഞങ്ങൾക്കൊരു പ്രവർത്തനമുണ്ടായിരുന്നു പഞ്ചാബിൽ ഫിറോസ്പൂർ പാകിസ്ഥാൻ ബോർഡർ. അവിടെ പ്രവർത്തനം ഞാൻ അലഹബാദിലായിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കാൻ പോകുമ്പോൾ അവിടെ എന്നെ സുവിശേഷ വിരോധികൾ തല്ലുകയുണ്ടായി. അതുപോലുള്ള ഒത്തിരി പ്രതിസന്ധികൾ കർത്താവിൻ്റെ വേലയിൽ ഈ ചെറുപ്രായത്തിൽ ഞങ്ങൾ അനുഭവിക്കാനിടയായി തീർന്നു. ഞാനിപ്പോൾ കുടുംബസ്ഥനാണ്. കുടുംബമായി കർത്താവിൻ്റെ വേല ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു മകനുണ്ട്, കേഫ എന്നുള്ള പേരിൽ. ഒരു മകനുണ്ട്, 17 വയസ്സായി. ദൈവം ഒരു സഹോദരിയെ തന്നു, ഷീല എന്നുള്ള പേരിൽ. ഞങ്ങൾ കുടുംബമായിട്ട് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. അങ്ങനെ ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഉണർവിനായി ഈ അന്ത്യകാലഘട്ടത്തിൽ സ്വർഗം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് ഈ അന്ത്യകാലഘട്ടത്തിൽ ഞങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നത്. എഗസ്കേലിൻ്റെ പ്രവചന പുസ്തകത്തിലുള്ളൊരു വാക്യമാണ് എന്നെ അധികമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രചോദനം ലഭിച്ചത്. എഗസ്കേലിൻ്റെ പ്രവചന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എൻ്റെ മുൻപാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഞാനൊരു പുരുഷനെ അവരുടെ മുൻപാകെ അന്വേഷിച്ചു, ആരെയും കണ്ടെത്തിയില്ല. ദൈവസന്നിധിയിൽ ഈ വചനം വെളിപ്പെട്ടു വന്നപ്പോൾ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിച്ചു, കർത്താവേ, എഗസ്കേലിൻ്റെ കാലത്തിൽ ദേശത്തെ നശിപ്പിക്കേണ്ടതിന് കർത്താവ് കടന്നു വന്നപ്പോൾ ആരെയും കാണാതെ വിഷമിച്ച സ്ഥാനത്ത് 2025 ഞങ്ങളുടെ ഈ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്.
എന്നുള്ള സമർപ്പണത്തോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നു. ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിൽ ഇന്ന് എല്ലാ മാസവും 2ാമത്തെ തിങ്കളാഴ്ച ഭാരതത്തിൻ്റെ 28 സംസ്ഥാനത്തിനു വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥന നടന്നു വരികയാണ്. എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥന നടന്നു വരുന്നു. സ്തോത്രം. ഞങ്ങളുടെ ഈ എളിയ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ വിശ്വാസത്തിനും രക്ഷകനായ കർത്താവിലേക്ക് അനുനയിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ്. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ ആരും. ഭാര്യ ഷീലയോടൊപ്പം 2011 മുതൽ വടക്കേ ഇന്ത്യൻ സുവിശേഷ വയലുകളിൽ അധ്വാനിക്കുകയാണ് സഞ്ചാര സുവിശേഷകൻ MS ബൈജു. തൻ്റെ ജീവിതവും സാക്ഷ്യവും മറ്റുള്ളവർക്ക് പകർന്നു നൽകിക്കൊണ്ട്, താൻ കണ്ടുമുട്ടിയ സത്യദൈവത്തെ പ്രസംഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കടന്നു ചെന്ന് ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ദർശനത്തോടുകൂടി കിങ്ഡം ഗിൽഗാൽ മിനിസ്ട്രീസ് എന്ന സംഘടനയിലൂടെ ഭാരത സുവിശേഷീകരണത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന സഞ്ചാര സുവിശേഷകൻ പെരുമ്പഴുതൂർ സ്വദേശി MS ബൈജുവിൻ്റെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. എൻ്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ ഓർത്തിടുന്നു. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ ആരും സഹായമില്ലെല്ലാവരും